40 ഡിഗ്രിയിലേറെ ചൂടുള്ള അബുദാബിയിൽ നിന്ന് നാട്ടിലിറങ്ങിയപ്പോൾ നല്ല മഴ, നല്ല തണുപ്പ്. അതിനിടയിൽ ലഗേജിൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ. ഇന്ന് അതിനെക്കുറിച്ച് സംസാരിക്കാം. UAE ഗവൺമെൻറ് ജോലിക്കാർക്ക് ഇത്തിഹാദ് എയർവേസിൻ്റെ UAE ഗവൺമെൻറ് എംപ്ലോയി ട്രാവൽ പ്രോഗ്രാം പ്രകാരം 15 കിലോ ഫ്രീ ആയിട്ട് നമുക്ക് നാട്ടിലേക്ക് കൊണ്ടുപോകാം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇത്തിഹാദിൽ പോയപ്പോൾ ഈ ചാൻസ് ഞാൻ മിസ്സാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴും 15 കിലോ ഞാൻ എക്സ്ട്രാ കൊണ്ടുവരുന്നു. വൈകിട്ട് 9:10 ഫ്ലൈറ്റാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഒരു 11 മണിക്ക് തന്നെ അബുദാബി മീനയിലുള്ള ഇത്തിഹാദ് കൗണ്ടറിൽ കൊണ്ടുപോയിട്ട് ലഗേജ് ഇടാമെന്ന് വെച്ചു. ലഗേജ് തൂക്കിയപ്പോൾ 15 കിലോ എക്സ്ട്രാ കണ്ടു. അപ്പോൾ അവർ വെച്ചു ഇതെന്താ 15 കിലോ. അപ്പോൾ ഞാൻ ഇത്തിഹാദിൻ്റെ ഗസ്റ്റ് കാർഡ് കാണിച്ചു കൊടുത്തു. അവർ പറഞ്ഞു ഗവൺമെൻറ് എംപ്ലോയി ആണല്ലേ. അതെന്ന് ഞാനും പറഞ്ഞു. അങ്ങനെ ചെക്കിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇത്തിഹാദിൻ്റെ ഗസ്റ്റ് കാർഡും അതേപോലെ ടിക്കറ്റും കൂടി മാച്ച് ആകുന്നില്ലല്ലോ പറഞ്ഞു. ഇതിൻ്റെ പ്രശ്നം എവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ടിക്കറ്റിൽ എൻ്റെ പേരാണ് ആദ്യം വന്നിട്ടുണ്ട്, പിന്നെ ഇനീഷ്യലാണ് രണ്ടാമത് വന്നിട്ടുള്ളത്. അതേസമയം ഇത്തിഹാദ് ഗസ്റ്റ് കാർഡിലാണെങ്കിൽ എൻ്റെ ഇനീഷ്യൽ ആദ്യം വന്നിട്ടുണ്ട്, പേര് പിന്നെ വന്നിട്ടുള്ളത്. അതാണ് പ്രശ്നം. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ടല്ലോ, അത് മാനുവലായിട്ട് ചെയ്തുകൂടെ വെച്ചു. പണ്ട് ഞങ്ങൾക്ക് ചെയ്യാമായിരുന്നു മാനുവലായിട്ട്, പക്ഷേ ഇപ്പോൾ അത് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഈ AI വന്നതോട് കൂടിയിട്ട് കമ്പ്യൂട്ടർ ആക്സെപ്റ്റ് ചെയ്യണില്ല. ഇത് ശരിയാവാതെ അടുത്ത ഘട്ടത്തിലേക്ക് നമുക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അവിടെ നിന്ന് ഞാൻ കസ്റ്റമർ കെയറിലെ നമ്പർ വാങ്ങി വിളിച്ച് അവർക്ക് മെയിൽ അയച്ച് കുറേ സമയം അവിടെ വെയിറ്റ് ചെയ്തു കേട്ടോ. കസ്റ്റമർ കെയർക്ക് വിളിച്ചപ്പോൾ അവർ പറഞ്ഞത് 2 ദിവസം കഴിയാതെ ഇത് ശരിയാവില്ല എന്നാണ്. പിന്നെ കുറേ റിക്വസ്റ്റ് ചെയ്തു. ഇന്നാണ് പോകുന്നത്, ഞാൻ ബാഗേജ് എല്ലാം കെട്ടിയിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്, തിരിച്ച് കൊണ്ടുപോയി ഒരുപാട് ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾ മെയിൽ അയക്കി നോക്കാം എന്ന് പറഞ്ഞു. 1 മണിക്കൂർ കഴിഞ്ഞു, 2 മണിക്കൂറായി. റിസൾട്ടോ കാര്യങ്ങളോ ഒന്നും വരണില്ല. ഇത്തിഹാദ് കാർഡിൽ പേര് മാറിയിട്ടില്ല. ഞാൻ പറഞ്ഞു നിങ്ങളൊന്ന് ദയവേദിട്ടൊന്ന് വിളിച്ചു നോക്കുമോ, കംപ്ലയിൻറ്റ് ഞാൻ കൊടുത്തിട്ടുണ്ടല്ലോ, ഒന്ന് ശ്രമിച്ചു നോക്കുമെന്ന് വെച്ചു. കുറേ കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ശരിയായിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഞാനത് കൊടുത്തു, തിരിച്ചു പോന്നു. നിങ്ങൾ ഗവൺമെൻറ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ 15 കിലോ എക്സ്ട്രാ ഫ്രീ ആയിട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ടിക്കറ്റിൻ്റെ പേരും അതേപോലെ ഇത്തിഹാദ് ഗസ്റ്റ് കാർഡിൻ്റെ പേരും ഒന്നായിരിക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ സ്വീപ്പാവും. അത് കഴിഞ്ഞ് രാത്രി എയർപോർട്ടിലെത്തി. ഹാൻഡ് ബാഗേജിൽ അവർ ടാഗ് ഇട്ടു. ടാഗ് ഇട്ട് കഴിഞ്ഞപ്പോൾ നേരെ ലഗേജിൻ്റെ കൂടെ നമ്മളെ ഹാൻഡ് ബാഗേജും പോയി. ഫ്രീ ആയി. കരിപ്പൂർ എയർപോർട്ടിൽ ഇറങ്ങിയപ്പോൾ നല്ല മഴ, അടിപൊളി കാലാവസ്ഥ. സന്തോഷത്തോട് കൂടിയിട്ട് പെട്ടിക്ക് കാത്ത് ബെൽറ്റിൻ്റെ ചുറ്റും ഇങ്ങനെ നിൽക്കുക. ലഗേജ് വന്നു. ഹാൻഡ് ബാഗേജുമേ ചുറ്റുപുറം ഇൻഡിട്ടിട്ടുണ്ട്. അതുമായി ഞാൻ വരേണ്ട സമയത്ത് കസ്റ്റംസിൽ നിന്ന് എന്നെ വിളിച്ചു. എൻ്റെ ഹാൻഡ് ബാഗേജ് സ്ക്രീനിങ്ങിലിട്ടു. എന്നോട് ചോദിച്ചു ഐഫോൺ ഉണ്ടോ ചോദിച്ചു. ഇല്ല സാറ് ഐഫോൺ ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ തിരിച്ചു പോരുമായിരുന്നു. പിന്നെ വീണ്ടും എന്നെ വിളിച്ചുകൊണ്ട് പറഞ്ഞു ഹാൻഡ് ബാഗേജ് തുറക്കണം എന്ന് പറഞ്ഞു. ഞാൻ തുറന്നു. ഐപാഡ് ഉണ്ടായിരുന്നു. ഐപാഡ് അവർക്ക് ലോക്ക് ഓണാക്കി കൊടുത്തു. പിന്നെ വേറൊരു മൊബൈൽ ഉണ്ടായിരുന്നു, മൊബൈൽ ഓണാക്കി കൊടുത്തു. എന്നോട് പറഞ്ഞു ഇതിൽ ഐഫോൺ ഉണ്ട് എന്ന് പറഞ്ഞു. മൊത്തത്തിൽ പരിശോധിച്ചു, ഐഫോണൊന്നും ഉണ്ടായിരുന്നില്ല. അതേസമയം വേറൊരാളെ അവിടെ പിടിച്ചിട്ട് എത്രയോ ഫൈൻ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വീണ്ടും ഇതൊക്കെ റെഡിയാക്കി പുറത്തേക്ക് വന്ന സമയത്ത് അടിപൊളി കാലാവസ്ഥ. ഇനി കളി നാട്ടിലാണ്.